ഡാ ആദി, നിനക്കിതുവരെ എണീക്കാറായില്ലേ? ഇടയിൽ നീ നല്ലോണം ലേറ്റായിട്ട് എണീക്കുന്നേ. ഡാ, നിന്നെ ഏത് വിളിച്ചായിരുന്നു? കഫേയിലോട്ട് ചെല്ലടാ, സ്റ്റാഫ്സ് കുറവാന്ന്. ഓണറാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കൊന്നും അറിയണ്ടല്ലോ. പാവം ഏതു, അവൻ കഷ്ടപ്പെടുന്നുണ്ടോ? നോക്കാതി, എനിക്കിവിടെ ഒത്തിരി പണിയുണ്ട്. അങ്ങോട്ട് കയറി വരാൻ വയ്യ. മര്യാദക്ക് എണീറ്റോ. അല്ല, നീ ഇത് എങ്ങോട്ട് എപ്പോഴാ പോകുന്നേ? ഞാനിപ്പോ എങ്ങോട്ടും പോകുന്നില്ല. പാല് വാങ്ങിക്കാൻ പോയപ്പോ ദാവണി എടുക്കുക. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് കുറച്ചു കഴിഞ്ഞ് ഞാൻ ഏട്ടന്റെ കൂടെ പോകുവേ. ആ ശരി, ചെല്ല്. പിന്നെ പോകുന്നതിന് മുന്നേ നിന്റെ ആ ചേട്ടനൊരുത്തനെ വിളിച്ചെടുപ്പിച്ചേക്ക്. അവനൊന്ന് കഫേയിലോട്ട് പോകുമെന്ന് വേണ്ടെന്ന് ചോദിച്ചു. ഓ ഓക്കെ, അതിനാ വിളിച്ചോളാം. വിളിച്ചു വരുമ്പത്തേക്ക് എനിക്കൊരു ഹോട്ടലിൽ ടീയേ. ഇതാണ് ശാലിനി ദേവ്. ഏജ് 45. ഡാൻസർ ആയിരുന്നു, ഇപ്പൊ വീട്ടിലിരിക്കുന്നത്. ഹൗസ് വൈഫാണ്, മദർ ഓഫ് 2 പിള്ളേർ. ആള് പാവാണേലും സ്ട്രിക്റ്റ് ആണ്. ഭർത്താവും മക്കളും പിന്നെ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത അടുക്കളയൊക്കെയാണ് അവരുടെ ലൈഫ്. ഷാലു, ഒരു ചായ. ചായയല്ല, കാപ്പി. ഇത് ഒറ്റ വീക്ക് വെച്ച് തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഒരു ചായ റെഡിയാക്കാൻ പറഞ്ഞിട്ട് പോയി. അടുത്തത് ഇപ്പൊ ഇറങ്ങി വരും. അമ്മ ചായ എന്നും പറഞ്ഞിട്ട്. അറിയാമേലങ്ങോട്ട് ചോദിക്കുക, ഏതെന്ത് ചായക്കടയാ? 3 പേർക്ക് ഒരേ ചായയാണെങ്കിൽ തിരക്കിടില്ല. മോൻക്ക് സ്ട്രോങ് ചായ, മോക്ക് ലൈറ്റ് ചായ, നിങ്ങൾക്ക് കട്ടനും. ചായ വേണേൽ ഒന്നൊന്നും എടുത്തു കുടിക്കും. അതിനെന്തിനാ ഷാലു നീ ഇങ്ങനെ ടെററാകുന്നത്? അയ്യോ, രാവിലെ തന്നെ എന്റെ വൈഫി നല്ല കലിപ്പാണല്ലോ. എന്താ കാര്യം? എന്റെ ദേവിയെ, ഒന്നുമില്ല. എന്താ ഷാലു, നിനക്ക് ഇപ്പോഴും പ്രായമാകുന്നില്ലല്ലോ. അയ്യേ, എന്തോന്ന് മനുഷ്യ. അല്ല, നിങ്ങൾക്ക് ഇന്നലെ ഏത് കൂട്ടരെ കാണാൻ പോണെന്നൊക്കെ പറഞ്ഞല്ലേ? എന്നിട്ടാണോ ശൃംഗരിച്ച് നിൽക്കുന്ന? അയ്യോ, ഞാനതൊന്നും മറന്നുപോയി. എന്നാ ഞാൻ ഇറങ്ങു വന്നേ. ഭക്ഷണം റെഡിയാകുമ്പോഴേക്കും ഞാൻ ഇങ്ങെത്തിയേക്കാം. ഇതാണ് ദേവാനന്ദൻ. ഏജ് 50. നേരത്തെ കണ്ട നമ്മുടെ ഒരേ ഒരു ശാലിനിയുടെ ഏക ഭർത്താവ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെയാണ്. പിന്നെ ഫാമിലി മൊത്തം റിച്ച് ആയതുകൊണ്ട് ദേവിന് ഒത്തിരി പറമ്പും മറ്റുമൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കി നടത്തുന്നു. ഇനി സ്വഭാവത്തെ പറ്റി പറയുവാണെങ്കിൽ ഡാഡി കൂളാണ്. മക്കളുടെ എല്ലാത്തിനും വേണേലും കൂടെ നിൽക്കും. മോളെന്നാ ജീവനാണ്. ഭാര്യ, കൊച്ചുങ്ങൾ, അമ്മാച്ചൻ ഒക്കെയാണ് അങ്ങേരുടെ ജീവിതം. ഹേയ് മിസ്റ്റർ ആദിത്യ, എണീക്കണം. ഇന്നേരം ഇവിടെ ഉറങ്ങാനൊന്നും പാടില്ല. വിട്ടോ. ഓ ശല്യം, എന്റെ പൊന്നു അമ്മയൊന്ന് പൊക്കേ. അയ്യ, അതൊന്നും പറ്റൂല. വേഗം എണീക്ക്. എന്തുവാ അമ്മേ, എനിക്ക് ഇച്ചിരി സ്വൈര്യം താ. ഒരിക്കലില്ല. അതെ, എണീറ്റില്ലേ ഞാൻ വെള്ളം കോരി വെക്കുവേ. എന്ത് കഷ്ടമായത്. ഞാൻ എണീറ്റ്. നിന്നെ ഏതുമായിട്ടും തിരക്കിയിരുന്നു. കഫേയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ ആമ എന്റെ ബ്ലാക്ക് ഷർട്ട് ഒന്ന് അയൺ ചെയ്ത് വെക്കോ? ആലോചിക്ക. പൊന്നുമോനിപ്പോ ഫ്രഷ് ആവ്. ഓ, നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അറിയാലോ, പിന്നെ എന്തിനായി ചൊറിയുന്നേ? ആദി, എന്നെ കൂടെ കൊണ്ടുപോണേ. എനിക്ക് നീ വീട്ടെടുത്തോണ്ട് പോണം. എന്തായാലും നീ ആ വഴിക്കല്ലേ കഫേയിലോട്ട് പോകുന്നേ. അയ്യ, തന്നെത്താനങ്ങ് പോയാ മതി, എനിക്കൊന്നും വയ്യ. ഓ പിന്നെ, ഒരു ബിസി മീൻ വന്നേക്കുന്നു. ഒന്ന് പോയാ മതി കേട്ടോ, ചിരിപ്പിക്കാതെ. ഓ, എന്നാ നീ അവിടെ ഇരുന്ന് ചിരിക്കേ. ഞാൻ എന്തായാലും കൊണ്ടുപോകത്തില്ല. എന്തുവാ കേട്ടോ, പ്ലീസ്. എന്റെ ചക്കര മുത്തല്ലേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി. ഹിഹി, അല്ലേലും എന്റെ ഏട്ടൻ മുത്താണ്. ആ, മുത്തല്ല, പവിയാണ്. നിന്ന് പതപ്പിക്കാണ്ട് പോയി അയൺ ചെയ്ത് വെക്കടി. ആയിക്കോട്ടെ, ബൈ ബൈ. അമ്മേ, നമ്മൾ ഇറങ്ങുവാണേ. ആ, കഴിച്ചിട്ട് പോ. വന്നിട്ട് കഴിച്ചോളാ. ആ, എന്നെല്ലാം കാണിക്കേ. രണ്ടിനെ കൊണ്ട് എന്റെ ഈശ്വര, ഞാൻ ആർക്കാണോ രാവിലെ തന്നെ ചുമ്മാ ഇരുന്ന് വെച്ച് വാമ്പുന്നത്? ഏട്ടാ, കാറിലാണോ പോകുന്നേ? അല്ല, കാർ അച്ഛ കൊണ്ടുപോയി. സോ ബൈക്ക് എടുക്കുക. ആദിത്യ, ഏജ് 26. ശാലിനി ആൻഡ് ദേവ് ദമ്പതികളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഈ ഓൺജെ കഫേ. MBA എടുത്ത് USA ജോലിക്ക് കയറിയ 2ാം നാൾ തന്നെ കമ്പനിവർക്ക് എന്നെ കൊണ്ട് പറ്റൂലായേ എന്നും പറഞ്ഞ് നാട്ടിലോട്ട് പെട്ടി പാക്ക് ചെയ്ത്. അന്ന് ഇവിടെ കഫേ തുടങ്ങി. പിന്നെ അത് 2ആയി 3ആയി ബ്രാഞ്ചുകളൊക്കെ സെറ്റിലായേ. സംഭവം ഇവരെയൊന്നും വിട്ടുപിരിയാൻ പറ്റാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ആരൊക്കെ വിട്ടുപിരിഞ്ഞു പോയാലും ആമിയെ വിട്ടുപോകാൻ അവനെ കൊണ്ട് പറ്റിയാലും. സ്വഭാവം ആളൊരു പാവം, കൂൾ, സപ്പോർട്ടിങ് ജെന്റിൽമാൻ ഒക്കെയാണ്. സോ മച്ച് ഗുഡ് ലുക്കിംഗ്. സോ ഗേൾസിന് ആളെ ശരിക്കും പ്ലേ ബോയ് ടൈപ്പാണ്. ഇച്ചിരി ഫ്ലോട്ടിങ് ഉണ്ടെങ്കിലും ചെക്കൻ ഡീസൻ്റ് ആണ്. ഈ ലവ് സാമി സോ മച്ച്. ഷീ ഈസ് ഹിസ് ലൈഫ് ആൻഡ് എവറിത്തിങ്. അവിടെ ഒരുവിധപ്പെട്ട എല്ലാ സീക്രട്ടും അറിയുന്നത് നമ്മുടെ ആദിത്യാണ്. ഈ ആമിക്ക്
ദേർ ഏജ് 22. ഇപ്പോൾ PGക്ക് പഠിക്കുന്നു. MBA ലാസ്റ്റ് ഇയർ ആണ്. വീട്ടിലെ ഇളയ കുട്ടിയായുണ്ട്. അതിൻ്റെ എല്ലാ കുരുത്തക്കേടും കയ്യിലുണ്ട്. ആളൊരു സോഷ്യൽ ബട്ടർഫ്ലൈ ആണ്. ഓവർ ക്യൂരിയസ് ആണ്. ഉള്ള ലൈഫ് ഹാപ്പി എൻജോയ് ചെയ്ത് നടക്കാൻ ഇഷ്ടപ്പെടുന്നു. ക്യൂട്ട് ആൻഡ് ഷൈ ടൈപ്പ് ആണെങ്കിലും ഇടയ്ക്കിടെ ഭയങ്കര ബോൾഡാണ് ആൻഡ് an extreme അയാൾ. ഇറങ്ങിക്കോ, സ്ഥലമെത്തി. ഞാനിവിടെ ഇറങ്ങുന്നില്ല. അതെന്നാ നിനക്കല്ലേ നീ വീട്ടിൽ പോണെന്ന് പറഞ്ഞ്, എന്നിട്ട് എന്നാ ഇപ്പൊ പോണ്ടേ? പോണ്ട, ഇവിടെ ആരുമില്ല. അതെങ്ങനെ നിനക്കറിയാം? നിവി ഇന്നലെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്നു പറഞ്ഞായിരുന്നു. ഓ, എന്നിട്ട് പൊന്നുമോളെന്തിനെ രാവിലെ തന്നെ കെട്ടി കൊണ്ട് പോന്നേ? മോട്ടിക്കാനാ? തേങ്ങ, എനിക്ക് നിന്റെ കൂടെ കഫേയിൽ നിന്ന് വരണം. വീട്ടിലിരുന്നിട്ട് ബോറടിക്കും. കോളേജ് തുറക്കാൻ ഇനി 1 week ഇല്ലേ. കഫേയിലോട്ട് വരാമെന്ന് പറഞ്ഞാൽ നീ എന്നെ കൊണ്ടുപോകത്തില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കടപെടുത്ത് ഞാനും വരുന്നു കഫേയിലോട്ട്. വേഗം വണ്ടി വിട്ടോ. ആ കാര്യം മനസ്സിലാക്കത്തേ ഉള്ളൂ. മര്യാദക്ക് ഇറങ്ങിക്കോ. ഞാൻ ഇവിടുന്ന് ബസ് കയറ്റി വിട്ടത് വീട്ടിലോട്ട്. എന്തോന്ന് ബ്രോ, നമ്മൾ അങ്ങനെയാ? ഞാൻ ഈ കുരുത്തൊക്കെ ഒപ്പിക്കൂല. നല്ല കുട്ടിയെ അവിടെ ഇരുന്നോളാം. എനിക്ക് ഇങ്ങനെ തീരെ വിശ്വാസമില്ല. അതുകൊണ്ടാ മക്കള് ചെല്ലി. ഓ ആയിക്കോട്ടെ, ഇന്നിപ്പോ വേണ്ടല്ലോ. ഞാൻ പോവാ. ഞാൻ എവിടെയെങ്കിലും പോട്ടെ, നിനക്കെന്താ? ഓ ആമി, നീ എങ്ങോട്ടാ ഇറങ്ങി നടക്കണേ? വീട് അങ്ങോട്ടല്ല, ഇപ്പുറത്തോട്ടാണ്. നീ ഇതെവിടെ പോവാ? ഞാൻ എവിടെയെങ്കിലും പോകും. എന്റെ ദൈവമേ, ഞാനൊന്നും പറയുന്നില്ല, വന്ന് കേറ്. താങ്ക്സ്. നിന്നോട് ഇഷ്ടം കൂടുതലുണ്ടൊന്നുമല്ല. ഏതു പറഞ്ഞായിരുന്നു സ്റ്റാഫ്സ് കുറവാന്ന്, അതുകൊണ്ടാ. ആയിക്കോട്ടെ, ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ആമി വേഗം ബൈക്കിൽ കയറിയിരുന്നു. ഓ, എന്ത് സമാധാനമായ അന്തരീക്ഷം. Anyways, this is Area Dreams Cafe. Actually very popular and famous cafe in this area. ഇപ്പോൾ മോർണിംഗ് ആയല്ല, അല്ലെങ്കിൽ കഫേ നിറയെ ആളുകളായിരിക്കും. മൊത്തത്തിലൊരു aesthetic വൈബാണ്. So people love to come here. And those dim lofi songs, oh my god, this is so good. Hey, espresso coffee please. കാഷ്വാലിറ്റിയിൽ നിൽക്ക് വേണ്ടേ? അല്ല, ആരിത്? ആമിക്കുച്ചോ? നിനക്കെന്നാടി കോളേജ് ഒന്നും ഇല്ല? സെം ബ്രേക്ക് തീർന്നിട്ടില്ല ഇതുവേട്ടാ. 1 week കൂടെ ഉണ്ട്. ഓഹോ, ഏതായാലും നീ വന്നതല്ലേ, നീ ഇവരുടെയൊക്കെ ഓർഡർ എടുക്കും. ഓക്കെ ഇതുവേട്ടാ. So this is യാദവ് വിശ്വ, ഏജ് 27. ആദ്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. നൗ കഫേയിൽ വർക്ക് ചെയ്യുന്നു. ലൈക്ക് മാനേജർ എന്ന് വേണമെങ്കിൽ പറയാം. ആളൊരു പാവമാണ്. ഏപ്രിൽ ആൻഡ് മുടി കെട്ടയച്ച് ക്യാപ് ധരിച്ച് മാസ്ക് ഇട്ടാണ് അവിടുത്തെ വെയിറ്റേഴ്സിന്റെ യൂണിഫോം. ഷീ ഓൾസോ ഡ്രസ് ലൈക്ക് ദാറ്റ്. ആമി ഓരോരുത്തരുടെയും ഓർഡർ എടുത്തുകൊണ്ടിരുന്നു. അറ്റ് ലാസ്റ്റ് അവൾ എന്തിലും ടേബിളിനകത്തോട്ട് പോയി. സർ, ഓർഡർ പ്ലീസ്. ഓ, 1 black coffee please. ഫെലിക്സ് എബ്രഹാം, ഏജ് 26. ജെക്കയുടെ പി ആണ്. ബട്ട് അതിന് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ചുമ്മാ ഒരു ജോലിയും ചെയ്യാണ്ടിരിക്കാനാണ് പുള്ളിക്ക് ഇഷ്ടം. അതിന് ജെക്കയുടെ നല്ലത് കേൾക്കാറുണ്ട്. എനിവേസ്, ആളൊരു കുഞ്ഞിക്കോഴിയാണ്. സർ, ഓർഡർ പ്ലീസ്. ഹലോ, എന്താ വേണ്ടേ? ഡോ, തന്നോടാ ചോദിച്ചേ, എന്താ ചെവി കളിക്കില്ലേ? Hey, why are you shouting? Actually, I called you so much time. You didn't respond, so I just got irritated. Your order, please. Cold coffee, less sugar and extra ice cubes. എന്താ കണ്ണ, ആ കൊച്ചു നല്ല ഷേപ്പാണല്ലേ, നല്ല കാപ്പി മുടിയും കാപ്പി കണ്ണു. പക്ഷെ മുഖം കാണാൻ വയ്യ, കണ്ടാൽ തന്നെ അറിയാം സുന്ദരിയാണ്. എന്റെ കർത്താവേ, ഞാൻ വല്ല കല്ലിനോടുമാണോ സംസാരിക്കുന്നത്? വാക്ക് നീ കേൾക്കുന്നുണ്ടോ? നീക്കെന്താ റെസ്പോൺസ് ചെയ്യാത്തത്? പിന്നെ കോഴിത്തരത്തിന് റെസ്പോൺസ് ചെയ്യാൻ നിന്നാൽ ഞാൻ വാടക്കലുണ്ടാവില്ല. ഓ, ആക്കിയതാണല്ലേ. അവൾക്ക് ഞാനൊരു ജീവിതം കൊടുത്താലേ. ഷി ലുക്സ് സോ ക്യൂട്ട് അവൻ ഇൻ ദ മാസ്. എന്നിട്ട് അവളെ നിന്റെ തീരാക്കിയിട്ട് വേണം എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ. അല്ലേലും നീ അങ്ങനല്ലേ നടക്കുന്നേ? ഓ, സർ, കോഫി. ആമി കോഫി സെർവ് ചെയ്തിട്ട് പോയി. എന്നിട്ട് നേരെ കിച്ചണിലോട്ട് ചെന്നു. ഇവിടെയുള്ള 2 ഇന്ന് ലീവാ. ഒരിക്കൽ ലേറ്റ് ആയേ വരുള്ളൂ. ഓ, അങ്ങനെയാണല്ലേ. ഇന്നെന്താ കസ്റ്റമേഴ്സ് കൂടുതലാണല്ലോ? എന്താന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മാളിൽ എന്തോ ഇനോഗ്രേഷൻ സംതിങ് ഉണ്ട്. സോ അവിടെ ഏതോ ചീഫ് ഗസ്റ്റ് വരാനുണ്ട്. ആക്ച്വലി 10:30 സോ അങ്ങോട്ട് വന്ന ആളുകളാണ്. ആമി ഓർഡേഴ്സ് എടുത്തോ? ഓർഡേഴ്സ് ഒക്കെ കൊടുത്ത്, ന്യൂ ഓർഡേഴ്സ് ഒന്നുമില്ല. ഇവിടെ കിച്ചണിലോട്ട് ആള് തികയുന്നില്ല. ഉള്ള അലക്സാണ് കാഷ്വാലിറ്റിയാണ്. നീ ഒന്ന് ചെല്ലടാടി. അയ്യോ, അത് പറ്റില്ല. എന്നാ കോഫി ബീൻസ് ഡെലിവറി. സോ എനിക്ക് ഫാക്ടറിയിൽ പോകണം. ഞാൻ ഇറങ്ങാൻ നിൽക്കാം. നീ വരുന്നു ആമി? ഇല്ല, എന്തെങ്കിലും കാഷ്വാലിറ്റി നിന്നോളാം. അലക്സേറ്റിനെ അങ്ങോട്ട് വിടാം.
ആ ശരിയെങ്കിൽ ചെല്ല്. അവൾ മാസ്കും ക്യാപ്പും ഊരി വെച്ച് അലക്സിനെ കിച്ചണിലോട്ട് വിട്ടിട്ട് കാഷ്വാലിറ്റിയിൽ നിന്നു. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഏയ് ബിൽ. ആമി ബില്ല് അടിച്ചു കൊടുത്തു. ജെ.കെ പേ ചെയ്ത ശേഷം അവിടെ നിന്ന് പോകാൻ ഇറങ്ങി. ഒന്ന് നിൽക്കോ, ആക്ച്വലി ഞാനൊരു PG സ്റ്റുഡന്റ് ആണ്. വി കണ്ടക്ടിങ് എ പ്രോഗ്രാം. ഈ വൗച്ചർ ഒന്ന് ഫിൽ ചെയ്ത് തരുമോ? യുവർ ID? എന്ത്? എന്റെ സ്റ്റുഡന്റ് ID കാണിക്കൂ, എനിക്കിത് കംപ്ലീറ്റ് ആക്കാനാണ്. വെയിറ്റ്. അവൾ അവളുടെ വാലറ്റിൽ നിന്ന് ID കാണിച്ചു. യാമിക്കാതെ അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ആമി അവളുടെ ഹേർട്ടിൽ കൈവച്ചു. ഓ എന്റെ ദൈവമേ, എന്റെ ഹേർട്ട്. വൈ ഇറ്റ് ഈസ് ബീറ്റിംഗ് സോ മച്ച്. ഡാ കണ്ണ. ഏയ് എടാ പൊട്ട പൊട്ട നിന്റെ മറ്റവള്. ഓ മറ്റവളെ നോക്കാനാണെങ്കിൽ കണക്കെടുക്കേണ്ടി വരും. ഓഹോ എന്താ നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ചുമ്മാ. ആ മോനെ, നേരത്തെ എന്തായിരുന്നു ഒരു കണ്ണും കണ്ണും കഥ പറയല്? എന്ത് കഥ പറയല്? നീ ഒന്ന് പൊക്കെ. എന്നാലും ആ കൊച്ചി എന്ത് ഭംഗിയാണ്. അച്ഛന് വാർത്തെടുത്ത് വെള്ളത്തിന്റെ ശില്പം. ഓ ഞാനപ്പോഴേ നിന്നോട് പറഞ്ഞില്ല അവളൊരു സുന്ദരിയാകുന്നു. ഇപ്പൊ സത്യമാണല്ലേ? യെസ്, സോ ബ്യൂട്ടിഫുൾ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ചിലപ്പോ വളർന്നാലോ? അത്രയും സുന്ദരിയാവളോ? കൊല്ലം നേരം. ആ അതെന്താ? നിനക്കിപ്പോ ഉള്ളതൊക്കെ മതി, നടക്കങ്ങോട്ട്. ഓ ജെ.കെ പോകുന്നതിനിടയിൽ വീണ്ടും ആ കഫേയിലോട്ട് തിരിഞ്ഞു നോക്കി. ആമി വാസ് ടു ബിസി ഇൻ വർക്ക്. ആക്ച്വലി സോ ടയർഡ്. അവൾ ഫുൾ ജോലിയായിരുന്നു. ഇന്നാണെങ്കിൽ നല്ലോണം ആളുകളുണ്ടായിരുന്നു. തിരക്ക് ഏകദേശം ഒഴിഞ്ഞപ്പോൾ ഒരു ടേബിളിലിരുന്ന് വെള്ളം കുടിക്കുവാണ് ആമി. അന്നേരമാണ് ആദി കയറി വന്നത്. അല്ല, നീ ഇതുവരെ പോയില്ലേ? ഞാൻ കരുതി പോയി കാണുന്നു. ഇവിടെ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം തീർന്നു. എന്നാൽ നമുക്ക് ഇറങ്ങാം. അങ്ങനെ അവർ കഫേയിൽ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ആദിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ആമി, നീ എന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ആരാ നോക്കിയേ? അവൾ അപ്പോഴേക്കും എടുത്തു. അമ്മ കാണും. ഹലോ, ദാ ആദി. ആ ആമി, ഞാനേ വാട്സപ്പിൽ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ടേ. നിങ്ങൾ വരുമ്പോ അത് വാങ്ങിയേക്കൊണ്ടു. ശരി അമ്മ. കോൾ എൻഡഡ്. ഏട്ടാ, ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലേക്ക് വിട്ടോ? സൂപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞു പോന്നല്ലോ. ഇനിയിപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ടൗണിലെത്തും. അവിടെ ഏതോ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് ഏത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോയി നോക്കാം. ആദി ബൈക്ക് തിരിച്ചു. ആമി ക്ഷീണം കാരണം ആദിയുടെ അങ്ങനെ ടൗണിലെത്തി. അവൻ ആ സൂപ്പർ മാർക്കറ്റ് നോക്കി ഓടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ഫേമസ് ഷോപ്പിംഗ് കോംപ്ലക്സിന് ഓപ്പോസിറ്റായി തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടത്. അവൻ അതിന്റെ പാർക്കിങ്ങിലോട്ട് ബൈക്ക് കയറ്റിയിട്ടു. ആമി ഇറങ്ങു. ആമി, ഡി, ഈ പെണ്ണിന്റെ ബോധം പോയി. ഡി ഡി ആമി. എന്താ? അയ്യോ, പേടിപ്പിച്ചല്ലോ. അയ്യോ, പൊന്നുമോളെന്നെ പുറത്ത് സുഖമായി ചാച്ചുവായിരുന്നോ? ഇളിക്കല്ലേ, നടക്ക്. അവർ അങ്ങനെ സൂപ്പർ മാർക്കറ്റിന്റെ അകത്തോട്ട് പോയി. ഫസ്റ്റ് തന്നെ ഫ്രൂട്ട്സും മറ്റും വാങ്ങി.
ആമി ബേക്കേഴ്സ് സെക്ഷനിൽ നിൽക്കുകയാണ്. അവൾ അവളുടെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് അന്വേഷിച്ച് നടക്കുമായിരുന്നു. പെട്ടെന്നാണ് എന്തോ വീഴുന്ന ശബ്ദം കേട്ടത്. ആമി അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. അവിടെയുള്ള ഒരു ചേച്ചീനെ ആരോ ഇടിച്ചു. അപ്പൊ ആ ചേച്ചിയുടെ കയ്യിലുള്ള തിങ്സ് നിലത്തോട്ട് വീണതാണ്. ഇടിച്ച ആളെ വേഗം അവിടെ നിന്ന് പോവാൻ നോക്കി. ആമി വേഗം അയാളുടെ കോളറിൽ കയറിപ്പിടിച്ചു. എന്തുവാണോ തട്ടിയിട്ടൊന്നും പറയാണ്ട് പോകുവാണോ? ഈ ഫ്ലെക്സ് പൊട്ടിച്ചിട്ട് ക്യാഷ് കൊടുത്തിട്ട് പോയാൽ മതി. ഞാനല്ലാതെ ഇവരാണ് പൊട്ടിച്ചത്. കള്ളം പറയാൻ നോക്കുന്നു. ഞാൻ വ്യക്തമായി കണ്ടേ അത്താൻ ഇടിച്ചിടുന്നത്. കണ്ണു കണ്ടുകൂടാട്ടോ. ഏയ് അത് സാരമില്ല മോളെ, അയാളെ വിട്ടേക്ക്. മോള് മാറി നിന്നേക്കും, ഈ ചില്ല കാലിൽ കയറും. അപ്പോഴാണ് ആമി ആ സ്ത്രീയുടെ മുഖത്തോട്ട് നോക്കിയത്. നല്ല ഐശ്വര്യമുള്ള മുഖം. അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. ആ തക്കത്തിന് അയാൾ അവിടെ ഓടിപ്പോയി. ആ ചേച്ചി നിലത്തുനിന്ന് അവരുടെ വാലറ്റ് എടുക്കാൻ നിൽക്കുമ്പോഴാണ് ആമി അത് ശ്രദ്ധിച്ചത്. ഷീസ് പ്രഗ്നന്റ്. ഒരു 7 months ആയി കാണും. ആമി വേഗം അവരെ തടഞ്ഞിട്ട് വാലറ്റ് എടുത്തു കൊടുത്തു. അപ്പോഴേക്കും സ്റ്റാഫൊക്കെ അവിടേക്ക് വന്ന്, കൂടെ ആദിയും. ആമി ഉണ്ടായതെല്ലാം പറഞ്ഞു. സെക്യൂരിറ്റി ആ ഓടിപ്പോയവന്റെ പിറകെ പോയി. മാഡം അറിയോ? ഓക്കെ, സാർ അന്വേഷിക്കുന്നുണ്ട്. മാഡം അങ്ങോട്ട് ചെല്ലും, ഇത് ഞങ്ങൾ ക്ലീൻ ആക്കാം. ഓക്കെ. ആമി അവരെ നോക്കി. അവർ പുഞ്ചിരിച്ചോണ്ട് അവരുടെ ബാസ്ക്കറ്റിലുള്ള ഒരു ലാർജ് ഡയറി മിൽക്ക് അവളുടെ നേരെ നീട്ടി. ആമി കണ്ണുകൾ വിടർന്നു. അവൾ അവരുടെ നേരെ നോക്കി ബോക്സി സ്മൈൽ കാണിച്ചു ചിരിച്ചു. അവർ ആമിയുടെ തലയിൽ തലോടി. അപ്പോഴാണ് പിറകിന്ന്, ആ കിച്ചുവേട്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോകാം. ആ പിന്നെ തന്റെ പേരെന്താ? ആമി. അവർ ആമിയോട് ഒന്ന് പുഞ്ചിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ചോക്ലേറ്റ് കിട്ടിയില്ല, ഇനി ഞാൻ വാങ്ങിക്കണ്ടല്ലോ. അയ്യടാ, വാങ്ങിച്ചോ, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചോളാം. ആമി അതും പറഞ്ഞ് അവളുടെ ഫേവറേറ്റ് സ്നാക്സും ഒക്കെ ആയിട്ട് വന്ന് അവന്റെ ബാസ്ക്കറ്റിലോട്ട് ഇട്ട് അവൻ അവിടെ നിന്ന് ഒരു ഡയറി മിൽക്ക് ഓറിയോ കൂടി എടുത്തിട്ട് ബിൽ പേ ചെയ്യാൻ പോയി. ആമിയും ആദിയും പിന്നെ അച്ഛനും കൂടെ ഇരുന്ന് ഏതോ മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശാലിനി അങ്ങോട്ട് വന്നത്. അല്ല, നിങ്ങൾ പോയിട്ട് എന്തായി? അവരെ കണ്ടോ? ആ കണ്ടടി. എടിയേ, അതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിയില്ലോ, അവന്റെ മോനാടി. അവർ ഫാമിലി മുഴുവൻ നാട്ടിലോട്ട് വരുമെന്ന്. ആ കൊച്ചു അവന്റെ ഭാര്യയായിട്ട് 2 വർഷമായിട്ട് ഇവിടെ തന്നെയാ. അഭി കുറെ യുകെയിലായിരുന്നല്ലോ. ഇനി അടുത്ത ആഴ്ച വരുവാത്രേ. ഒരു മോൻ കൂടി നാട്ടിലോട്ട് വന്നോ എന്നാ പറഞ്ഞേ. അവര് നല്ലൊരു വീട് അന്വേഷിച്ചു വന്നെയാ. അത്യാവശ്യം ഒരു വീട് തന്നെ വേണം. ഇനി അങ്ങോട്ട് പോണില്ലാത്രേ. അതുകൊണ്ട് ആ മോൻ എന്നോട് ചോദിച്ച്, അവിയുടെ മോനല്ലേ, ഒന്നും ആലോചിക്കാണ്ട് നമ്മുടെ ഔട്ട് ഹൗസിലേക്ക് താമസിക്കാൻ ഞാൻ പറഞ്ഞു. അവിടെ 1 വർഷമായിട്ട് ആരും ഇല്ലല്ലോ. ആഹാ, കൊള്ളാലോ. എന്നിട്ട് അഭിയേട്ടൻ അറിഞ്ഞോ? ഇല്ല, ഞാൻ സർപ്രൈസ് കൊടുക്കാന്ന് വെച്ച്. അവനോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ആ ഔട്ട് ഹൗസ് ആകെ പൊടി പിടിച്ച് കൊറേ ഇല്ലേ കിടക്കുന്നത്. എത്ര കാലായി അവിടെ ആളുകളെല്ലാം നിന്നിട്ട്? ആ, അത് കുഴപ്പമില്ല. ഞാൻ നാളെ ക്ലീൻ ആക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹാ, അല്ല, അഭിയേട്ടന് 2 മക്കളാണോ? അവന് 4 പിള്ളേരാണ്. 3 ആണും 1 പെണ്ണും കണ്ട. 3 ആങ്ങളമാരെ. അതിലെ മൂത്തവനാ വീട് ചോദിച്ച്. എന്താ മോന്റെ പേര്? റൊഹാൻ. റൊഹാൻ മോനെ എന്ത് നല്ല സ്വഭാവമെന്നറിയോ? അവന്റെ കല്യാണം കഴിഞ്ഞതാ. അബിയുടെ ഒരു വിവരവും ഇല്ലായിരുന്നു. വരട്ടെ, കണക്കിന് കൊടുക്കുന്നുണ്ട് ഞാൻ. ആദിയും ആമിയും ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഔട്ട് ഹൗസില് പുതിയ ആൾക്കാർ വരുവാണോ? എത്ര നാളത്തേക്കാ? സ്ഥിരതാമസമാണടാ. അബിയായോണ്ട് ഞാൻ കാശൊന്നും വേണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ ആ മോൻ നല്ല മോനായോണ്ടേ 2 കൊല്ലത്തേക്കുള്ള ഒരുമിച്ച് വന്നേക്കുവാ. നല്ല സ്വഭാവം. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ അവൻ നിർബന്ധിച്ചു. അല്ല അച്ഛാ, നാളെ ഇപ്പൊ ക്ലീൻ ചെയ്യാൻ ആള് വരുമല്ലേ? ആ മോളെ, നാളെ ഞാൻ വയനാട് വരെ ഒന്ന് പോകും. അവിടുത്തെ സ്ഥലം ലേലത്തിന് വെച്ചേക്കുക. ലേലം കിട്ടി അവിടെ ഒരു റിസോർട്ട് പണിയണമെന്നുണ്ട്. മോള് ഇനി നോക്കണേ. നാളെ അവിടെ ജോലിക്കാർ വരുമല്ലേ, അവരെ എല്ലാം കാണിച്ചു കൊടുത്ത് എല്ലാം നന്നാക്കാൻ പറയുന്നുണ്ട്. ആ അച്ഛാ. കണ്ണാ